പല ആളുകളുടെ ഒരു സംശയമാണ് നമുക്ക് സെയിൽസും മാർക്കറ്റിങ്ങും ഒക്കെ ഇല്ലേ, പിന്നെ ബ്രാൻഡിങ് എന്ന് പറയുന്ന ഒരു സംഭവം എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ളത്, ഇല്ലെങ്കിൽ നല്ലൊരു ലോഗോ നമ്മൾ എന്തിനാണ് ഡിസൈൻ ചെയ്തെടുക്കുന്നത് എന്നുള്ളത്. നമുക്ക് സെയിൽസ് ഉണ്ടെങ്കിലും മാർക്കറ്റിംഗ് ഉണ്ടെങ്കിലും നമുക്ക് കച്ചവടം കിട്ടും, റവന്യൂ ഒക്കെ ജനറേറ്റ് ആവും. പക്ഷെ നമ്മളെ ഒരു പേഴ്സണാലിറ്റി എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡിൻ്റെ ഒരു പേഴ്സണാലിറ്റി എന്താണ്? നമ്മളിപ്പോൾ മനുഷ്യൻ നമുക്കൊരു സ്വഭാവം കാണൂലേ, അതുപോലെ നമ്മുടെ ബ്രാൻഡിനും ഒരു പേഴ്സണാലിറ്റി ഉണ്ടാവണം, ഒരു ടൈപ്പ് ഓഫ് ബിഹേവിയർ ഉണ്ടാവണം. എന്നാലേ നമുക്ക് ആ ഒരു ടാർഗറ്റഡ് ഓഡിയൻസിലോട്ട് എത്തിപ്പെടാനായിട്ട് പറ്റുള്ളൂ. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ആപ്പിളിൻ്റെ ബൈറ്റും നൈക്കിയുടെ സ്വിഷും ഒക്കെ ഓർത്തിരിക്കുന്ന എന്തുകൊണ്ടാണ്? ഈ മാർക്കറ്റിങ്ങിനും സെയിൽസിനോടും ഒപ്പം അവർ ബ്രാൻഡിങ്ങും കൂടെ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ്. അപ്പം നിങ്ങളൊരു ബിസിനസ് തുടങ്ങിയിട്ട് അതിപ്പം അന്യൻ, അമ്പി, റെമോ എന്ന് പറയുന്ന ഇങ്ങനെ ഓരോ സമയത്ത് ഓരോ രീതിയിലാണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ വരുന്നതെങ്കിൽ, അതായത് നിങ്ങളുടെ ബ്രാൻഡിൻ്റെ കമ്മ്യൂണിക്കേഷൻ, അതായത് നമ്മൾ ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഒരു ബ്രോഷർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ സെയിൽസ് ചെയ്യുന്ന ഒരാൾ വിളിച്ച് ക്ലയൻറ്റിനോട് സംസാരിക്കുന്ന രീതി ആയിക്കോട്ടെ, ഇതെല്ലാം പല രീതിയിൽ മാറിക്കഴിഞ്ഞാൽ നമ്മളെ ബ്രാൻഡ് എന്ന് പറയുന്നത് പല രീതിയിൽ ബിഹേവ് ചെയ്യുന്ന പോലെ ആയി പോകും. അപ്പോൾ ഇതിനെല്ലാം നമുക്കൊരു പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു രീതി വേണം, അതായത് ബ്രാൻഡ് വോയിസ് എന്ന് പറയും. ഈ രീതിയിൽ വേണം നമ്മളുടെ കമ്മ്യൂണിക്കേഷൻസ് പോകാനെന്ന് പറയും. അപ്പം അത് ആ രീതിയിലാവുന്ന സമയത്ത് നമ്മളുടെ ബ്രാൻഡ് എങ്ങനെ നോക്കിയാലും എവിടെ നിന്ന് നോക്കിയാലും നമ്മളുടെ ബ്രാൻഡ് തന്നെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതാണ് നമ്മൾ പ്രോപ്പറായിട്ട് ബ്രാൻഡിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സെയിൽസ് മാർക്കറ്റിംഗ് എന്നുള്ളത് വേണം, അതിൻ്റെ ഒപ്പം തന്നെ ബ്രാൻഡിങ്ങും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ക്ലയൻസിന് നമ്മളെ തിരിച്ചറിയാനും നമ്മളിലോട്ട് വന്ന് വീണ്ടും നമ്മളുടെ പ്രോഡക്ട്സും സർവീസും ഒക്കെ അവർക്ക് വാങ്ങാനായിട്ട് എളുപ്പമായിരിക്കും. അതായത് ഇപ്പോൾ ഒരു 100 ബ്രാൻഡുകൾ നിരന്ന് നിന്നാലും, അല്ലെങ്കിൽ ഒരു 100 ലോഗോസ് നിരന്ന് നിന്നാലും, അതിൻ്റെ ഇടയിൽ നിന്ന് നമ്മളുടെ ബ്രാൻഡിനെ ആളുകൾക്ക് തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് നമുക്ക് അവർക്ക് അവരുടെ സർവീസ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് വാങ്ങാനായിട്ട് പറ്റും. അതാണ് ഈ ബ്രാൻഡിങ് ചെയ്യുന്നതുകൊണ്ടുള്ള ഉപയോഗം. അപ്പോൾ ഈ ബ്രാൻഡിങ് മാത്രം ചെയ്തതുകൊണ്ട് ഒരു ബിസിനസ് ഭയങ്കര വലിയ നിലയിലെത്തുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രാൻഡിങ് ഒരു ബിസിനസ്സിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അപ്പോൾ നമ്മൾ അതിനോടൊപ്പം തന്നെ ഈ ബിസിനസ്സിൽ വരേണ്ട എല്ലാ കാര്യങ്ങളും വരണമെങ്കിൽ മാത്രമാണ് ഒരു ബിസിനസ്സിന് വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ബ്രാൻഡ് വോയിസിൻ്റെയൊക്കെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഒരു ബ്രാൻഡിന് ഒരു മിഷൻ ഉണ്ടാവണം, വിഷൻ ഉണ്ടാവണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ബ്രാൻഡ് ഗ്രോ ചെയ്യുള്ളൂ. അതുപോലെ തന്നെ അതിനൊരു പർപ്പസ് ഉണ്ടായിരിക്കണം. എന്തായാലും ഈ ഒരു ബിസിനസ്സിന് ഒരു ലോഗോ ഉണ്ടാവും. ആ ലോഗോ എവിടെയൊക്കെ, എങ്ങനെയൊക്കെ, ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞൊരു ഗൈഡ് ലൈൻ ഉണ്ടാവണം. ഇതിന് ഏതൊക്കെ രീതിയിലുള്ള ഫോണ്ടുകൾ ഉപയോഗിക്കാം, അതും ഏതൊക്കെ വലിപ്പത്തിൽ അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാം എന്നൊക്കെ ഉള്ളൊരു ഗൈഡ് ലൈൻ ഒക്കെ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഒരു ബ്രാൻഡ് എല്ലായിടത്തും നമ്മളുടെ ബ്രാൻഡായിട്ട്, ആ ബ്രാൻഡായിട്ട് തന്നെ കാണാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പം നമ്മളിപ്പോൾ ഒരു കമ്പനി എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ഒരുപാട് ഡിസൈനേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ പല ഡിസൈനേഴ്സാണ് നിങ്ങളുടെ ബ്രാൻഡിന് വേണ്ടിയുള്ളൊരു ഡിസൈൻസ് ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചോ. അപ്പോൾ ഒരു ഡിസൈനർ ലോഗോ ഇങ്ങനെ വെക്കാൻ തീരുമാനിക്കുന്നു, അടുത്തൊരു ഡിസൈനർ ലോഗോ ഇങ്ങനെ വെക്കാൻ തീരുമാനിക്കുന്നു. ഇത് നമ്മൾ ഒരിടത്ത് കൊണ്ട് പോസ്റ്റ് ചെയ്യുമ്പം ഇത് രണ്ടും രണ്ട് രീതിയിൽ ചെയ്തതാണെന്നുള്ളത് കാണുന്നവർക്ക് മനസ്സിലാവും. അപ്പം തന്നെ ആൾക്കാർക്ക് ഈ ഒരു ബ്രാൻഡ് പല രീതിയിൽ പെരുമാറുന്ന പോലെ ആയിരിക്കും തോന്നുന്നത്. അതിന് ഒരു സൊല്യൂഷനായിട്ടാണ് ഈ ഒരു ഗൈഡ് ലൈൻ നമ്മൾ ഉണ്ടാക്കുന്നത്. ഈ ഗൈഡ് ലൈൻ ഡിസൈനേഴ്സിന് ഫോളോ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഏതൊരു ഡിസൈനർ ഡിസൈൻ ചെയ്താലും ഈ ഒരു ഗൈഡ് ലൈൻ നോക്കിയിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പം ആര് ചെയ്താലും ഈ സംഭവം ഒരുപോലെ വരുള്ളൂ. അതായത് ഈ ഗൈഡ് ലൈൻ ആദ്യം ഡിസൈനർ നോക്കണം. അത് മനസ്സിലാക്കിയതിന് ശേഷം ആ ബ്രാൻഡിന് വേണ്ടിയിട്ടുള്ള ഡിസൈനുകൾ ചെയ്യുമ്പോൾ എല്ലാം ഒരുപോലെ, പലരും ചെയ്താലും അത് ഒരേ രീതിയിൽ തന്നെ വരും. അതാണ് ഈ ഒരു ബ്രാൻഡിങ് ചെയ്യുന്നത് കൊണ്ടും അതുപോലെ തന്നെ ഈ ബ്രാൻഡ് ഗൈഡ് ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ടും ഒക്കെ ഉള്ള ഗുണം. ശരിക്കും നിങ്ങളൊരു ബ്രാൻഡായിട്ട് ഗ്രോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ബ്രാൻഡിങ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ ബ്രാൻഡിന് ഒരു ബ്രാൻഡിങ് അല്ലെങ്കിൽ ലോഗോ ഡിസൈൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന ഇമെയിൽ ID മെയിൽ അയക്കാം. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും സ്റ്റേ ഇൻസ്പയർഡ്.